സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച രാജ്യം ദില്ലിയിലെ AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും AKG ഭവന് മുന്നിലെത്തി യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ നേർന്നു. തുടർന്ന് വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് കൊണ്ടുപോയി. മൃതദേഹം എയിംസിന് പഠനത്തിനായി കുടുംബാംഗങ്ങളും പാർട്ടിയും ചേർന്ന് കൈമാറി. പതിറ്റാണ്ടുകളായി ദില്ലിയിലെ AKG ഭവനിലെ നിത്യസാന്നിധ്യമായിരുന്നു സീതാറാം യെച്ചൂരി. ആ AKG ഭവനിലേക്ക് രാവിലെ 10 മണിയോടെ അവസാനമായി പ്രിയ സഖാവ് എത്തി. യെച്ചൂരി നമ്മെ വിട്ടുപോയാലും ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് മരണമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് AKG ഭവന് മുന്നിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. വികാരനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രകാശ് കാരാട്ട് അടക്കമുള്ള പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്ന് പ്രിയ സഖാവിനെ പാർട്ടി പതാക പുതപ്പിച്ചു. പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബൃന്ദ കാരാട്ട്, MA ബേബി, A വിജയരാഘവൻ, മണിക് സർക്കാർ, MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിങ്ങനെ പ്രമുഖ നേതാക്കൾ യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യമർപ്പിച്ചു. യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സോണിയാഗാന്ധി AKG ഭവനിലെത്തി. രാജ്യത്ത് വിശാല മതേതര കൂട്ടായ്മ രൂപീകരിക്കുന്നതിനായി യെച്ചൂരിയും സോണിയാഗാന്ധിയും നടത്തിയ കൂടിക്കാഴ്ചകൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിച്ചിരുന്നു. CPI ജനറൽ സെക്രട്ടറി D രാജ, NCP നേതാവ് ശരത് പവാർ, കപിൽ സിബൽ, DMK നേതാക്കളായ കനിമൊഴി, ഉദയനിധി സ്റ്റാലിൻ, ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് നിരുപം, കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി, മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി നേതാക്കൾ യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ധീരമായി പോരാടിയ നേതാവായിരുന്നു യെച്ചൂരി. നിർണായക ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി പുരോഹിതരും സാമുദായിക നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും AKG ഭവനിലെത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. വിദേശ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായും ഭരണാധികാരികളുമായെല്ലാം സീതാറാം യെച്ചൂരിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. നേപ്പാളിൽ ജനാധിപത്യ സർക്കാർ രൂപീകരിക്കുന്നതിൽ യെച്ചൂരി നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. മുൻ നേപ്പാൾ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാൾ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരും യെച്ചൂരിയെ അവസാനമായി കാണാനെത്തി. കൈരളി TVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ന്യൂസ് ആൻഡ് കറന്റ് അഫയേഴ്സ് വിഭാഗം ഡയറക്ടർ ശരത് ചന്ദ്രൻ, ചീഫ് ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രൻ, ദില്ലി ബ്യൂറോ ചീഫ് വിഷ്ണു തലവൂർ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. യെച്ചൂരി ഏറ്റവും കൂടുതൽ പോരാടിയത് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന വർഗത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടുതന്നെ യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യമർപ്പിക്കാനായി AKG ഭവനിലേക്ക് ഏറ്റവും അധികം ഒഴുകിയെത്തിയതും അതേ സാധാരണക്കാരാണ്. സീതാറാം യെച്ചൂരി AKG ഭവനിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അവശേഷിക്കുന്നത് വലിയ ശൂന്യതയാണ്. എന്നാൽ യെച്ചൂരിയുടെ അഭാവം സഖാവിന്റെ പ്രസ്ഥാനം കൂട്ടായ്മയോടെ നികത്തും. അതാണ് CPIMന്റെ ചരിത്രം. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.